അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സുഹൃത്തുക്കളെ, ദൈവാനുഗ്രഹത്താൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് എൻ്റെ ഒരു 3 പ്രോഡക്റ്റുകളുടെ റിവ്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റിവ്യൂസ് സാധാരണ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതൊരു വ്യക്തമായിട്ടുള്ള റിവ്യൂസ് ആയതുകൊണ്ട് ഞാനിതിനകത്ത് ഇടുന്നുണ്ട്. ഒന്ന് കേട്ട് നോക്കാം. നമസ്കാരം കരീംക. ഞാനിൽ സഫ്രോൺ ജെല്ലിക്കടയിൽ നിന്ന് മേടിച്ചായിരുന്നു ഒരു 1 മന്ത് മുമ്പ്. അതിൻ്റെ റിവ്യൂ പറയാനായിട്ട് മെസ്സേജ് അയക്കുക കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, നല്ല ജെല്ലാണ്. ഒരുപാട് അത്യാവശ്യം മാറ്റമുണ്ട് എൻ്റെ ഫേസിന്. മൂക്കുരുവൊക്കെ ഇച്ചിരി കുറേയൊക്കെ ചെയ്ത്. സാധനം തീർന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സാഫ്രോൺ ജെല്ല് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 16 ദിവസമായി. എൻ്റെ മുഖത്തിന് നല്ല മാറ്റമുണ്ട്. കുരുക്കൾ വരുന്നത് കുറവുണ്ട്. പിന്നെ അതുപോലെ കുരുക്കളുടെ പാടും മാറി വരുന്നുണ്ട്. അതുപോലെ സോപ്പ്, ഞാൻ എല്ലാ സോപ്പും മേടിച്ചിരുന്നു. അതിൽ ആര്യവേപ്പ് സോപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സോപ്പ് തേച്ചിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. ആ കുളി കഴിയുമ്പോൾ മേത്തുണ്ടാവുന്ന ചൊറിച്ചിലുകൾ അങ്ങനെയൊന്നും ഇപ്പം ഇല്ല. പിന്നെ ക്രീമും മേടിച്ചിരുന്നു. ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. കാലിൽ നല്ല ഡ്രൈനെസ് ഉണ്ടായിരുന്നു. ആ ഡ്രൈനെസ് ആയിട്ട് ചൊറിച്ചിൽ വരുമ്പോൾ നമ്മൾ ചൊറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെളുത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വെളുത്തിരിക്കുകയായിരുന്നു. അപ്പം അതിലൊക്കെ ഒത്തിരി വ്യത്യാസം വന്നു. ഇപ്പം ആ വെളുത്തുള്ളതൊന്നും കാലിൽ കാണുന്നില്ല. അതുപോലെ ചൊറിച്ചിലും മാറിയിട്ടുണ്ട്. ക്രീമും നല്ലതാണ്, ആര്യവേപ്പിൻ്റെ സോപ്പും നല്ലതാണ്, സാഫ്രോൺ ജെല്ലും നല്ലതാണ്. ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇക്ക. കേട്ടില്ലേ? ഇതുപോലെ റിവ്യൂസ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ക്രീമിൻ്റെയും സഫ്രോൺ ജെല്ലിൻ്റെയും വന്നതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് കേൾപ്പിക്കാമെന്ന് വെച്ചത്. കുറേ ആളുകൾക്ക് കുറേ ഉപകാരപ്പെടുന്നുണ്ട് പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ പ്രോഡക്റ്റുകൾ. ഇതാണ് നമ്മൾ ചേർക്കുന്ന കുങ്കുമപ്പൂ. ഇത് 20 ഗ്രാം വെച്ച് ഞാനിത് വരുത്തുന്നത്. ഇതാണ് സാധനം, പ്യുവർ. ഇതിൻ്റെ ഒരു തരി നമ്മളിതിനകത്ത് ചേർത്താൽ അതിൻ്റെ പ്യൂരിറ്റി നമുക്കറിയാൻ പറ്റും. കാരണം അത് ഒറിജിനലാണല്ലോ. അത് കാശ്മീരിൽ നിന്ന് നേരിട്ട് വരുത്തുന്ന പാർട്ടിയാണ്, തിരുവനന്തപുരത്തുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നിന്നാണ് 20 ഗ്രാം വെച്ചാണ് ഞാൻ വരുത്തുന്നത്. ഇപ്പോൾ സാധാരണ ഈ കുങ്കുമപ്പൂവിൽ ഏറ്റവും വില കൂടിയതും ക്വാളിറ്റി ഉള്ളതാണ് കാശ്മീർ. അത് ഒറിജിനൽ നമുക്ക് കിട്ടുന്നത്. അത് സാധാരണയൊക്കെ ജെല്ലിലൊക്കെ 2-3 5-6 ഇടും അതിനകത്ത്. അപ്പോൾ അതിങ്ങനെ സാധനം കാണാൻ പറ്റും ഇത് കിടക്കുന്നത്. അതിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ കളർ ഇളകി വരുള്ളൂ. ഇത് കൂടുതലും അതിൻ്റെ മിക്സ് ചെയ്യണ അതിൻ്റെ പരിപാടി മൂപ്പരെന്നോട് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഞാനിത് ഇതുപോലെ മിക്സ് ചെയ്യാൻ തുടങ്ങിയത്. എന്നാലേ മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ പവർ നമുക്ക് സ്കിന്നിന് കിട്ടുള്ളൂ. കണ്ട, ഇത് മഞ്ഞ കളറായിരിക്കുന്നത് ശരിക്കും ഇതിങ്ങനെ പിടിക്കുന്നതുകൊണ്ടാണ്. ശരിക്കും ഇതിൻ്റെ ഒരു കളറുണ്ട്, ഇങ്ങനെ വരുന്നതാണ്, അതിൻ്റെ റെഡ് ആയിട്ട് വരും. അപ്പോൾ ഇത് ഈ ഗോൾഡൻ കളർ ആകുന്നത് അത് മിക്സായിട്ട് അതിൻ്റെ കളർ മിക്സ് ആകുന്നതാണ്. ഈ ഗോൾഡൻ കളറാണ് നമുക്ക് കളറ് തരുന്നത് സ്കിന്നിന്. അപ്പോൾ ഇതിന് ഒരു സ്മെല്ലും ഉണ്ട് നമുക്ക് അതായത് നമ്മൾ ഈ കാശ്മീർ സഫ്രോണിൻ്റെ നല്ല സ്മെല്ലാണ് ഇതിന്. അത് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും വേണ്ട, ജെല്ലും ഇതും മതി. ശരിക്കും നമ്മൾ ആഡ് ചെയ്യണം, കുറച്ച് നല്ല കൗണ്ടിൽ ആഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് സ്മെല്ല് വരുള്ളൂ. ചെറിയ സ്മെല്ല് ഇതിൻ്റെ ഉണ്ട്, അതിൻ്റെ ഒറിജിനാലിറ്റി ഇതിൽ അറിയാൻ പറ്റും. പിന്നെ ഉള്ളത് ക്രീമാണ്. ഇതാണ് സാധാരണ നമ്മൾക്ക് വാങ്ങാൻ കിട്ടുന്നതൊക്കെ ഇപ്പം മിക്കതും പൗഡറുകളുടെ ചേരുവകളാണ്. ഇതല്ല, നമ്മൾ ഷിയ ബട്ടർ, കോക്കും ബട്ടർ, മാംഗോ ബട്ടർ, ഈ വെജ് ബട്ടറുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷിയ ബട്ടർ ഇവിടെ ഉള്ളതല്ല, അത് ഖാനിയിൽ നിന്നാണ് ശരിക്കും വരുന്നത്, ആഫ്രിക്കയിൽ. ഒറിജിനൽ സാധനങ്ങളാണ്, നല്ല വിലയാണ് എല്ലാത്തിനും. അതിനകത്ത് ഞാൻ പ്യുവർ ബദാം ഓയിൽ ചേർക്കുന്നുണ്ട്. എറണാകുളത്തൊരു പാർട്ടി, നമ്മുടെ വേണ്ടപ്പെട്ടൊരു പാർട്ടിയാണ്, അവർ കോൾഡ് പ്രസ് മെഷീനിൽ പ്രസ് ചെയ്തെടുക്കുന്ന ബദാമിൻ്റെ 4500 രൂപയാണ് ഒരു ലിറ്ററിന്. അതിൻ്റെ ഒരു തുള്ളി ഇതിനകത്തുണ്ടെങ്കിൽ ആ ഒരു തുള്ളിയുടെ പവർ കിട്ടും. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ക്വാളിറ്റി വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഡ്രൈനെസ്സിൻ്റെ ക്രീം എന്ന് പറഞ്ഞത്. ഇതിന് സ്മെല്ലുണ്ട്. ഇതിൻ്റെ സ്മെല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സ്മെല്ലിന് എല്ലാവരും ചേർക്കുന്നത് സിന്തറ്റിക് ഫ്രാഗ്രൻസാണ്. ഈ സോപ്പിനൊക്കെ ഇടുന്നത് ഒരുവിധം എല്ലാം അതൊക്കെ തന്നെയാണ്. ഒരു 10-12 ഉണ്ടാവും കെമിക്കലുകൾ കൂടി ചേർന്നാണ് ഈ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞത്. അതേ സമയത്ത് ഇത് എസെൻഷ്യൽ ഓയിലുകളാണ്. സഫ്രോണിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഇതിനകത്തുണ്ട്, 4 തരമുണ്ട്. അതൊക്കെ നമ്മൾ തുള്ളികൾ ഇട്ടാൽ മതി, അതിൻ്റെ സ്മെല്ല് വരും. അപ്പോൾ അതാണ് ഇതിനകത്തിട്ടിരിക്കുന്നത്. രണ്ടിലും കെമിക്കലൊന്നുമില്ല. പിന്നെ ആര്യവേപ്പിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ആര്യവേപ്പ് സോപ്പ് കൊണ്ട് ഇഷ്ടംപോലെ ആളുകളുടെ ചൊറിച്ചിലുകൾ, കാലങ്ങളായിട്ടുള്ള ചൊറിച്ചിലുകളെല്ലാം മാറി. മനസ്സിലായി? നമ്മുടെ ഇപ്പോൾ എൻ്റെ കരീംഖാൻ്റെ ബദാം സോപ്പ് നിർമ്മാണം എന്ന് യൂട്യൂബിൽ അടിച്ചാൽ കേൾക്കാൻ, അതിനകത്ത് ആ വോയിസ് ഇട്ടിട്ടുണ്ട്.
ആലപ്പുഴയിൽ ഒരു പാർട്ടിയുടെ ഒരു മിനി എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. അവരിപ്പോൾ ചൊറിച്ചിലൊക്കെ മാറിയപ്പോൾ വാങ്ങാറില്ല. അവരുടെ അമ്മ പ്രായമുള്ളതാണ്. അവരുടെ ശരീരത്തിൽ മുഴുക്കും ചൊറിച്ചിലാണ്. ഡോക്ടറെ ചെന്നപ്പോൾ അലർജിയുടെ ഗുളികയും കൊടുത്ത് ഓയിൻമെൻറ്റും കൊടുത്തു. അത് പുരട്ടി കിടന്നിട്ടാണ് അവർ കിടന്നിരുന്നത്. പിന്നെ എൻ്റെ ആര്യവേപ്പ് സോപ്പ് കാലത്തും വൈകുന്നേരം അത് ഉപയോഗിച്ച് കുളിക്കും അവർക്ക് ചൊറിച്ചിലും എല്ലാം മാറി. അത് ആ ബദാം സോപ്പ് നിർമ്മാണം എന്നുള്ള എൻ്റെ കരീം ഖാൻ്റെ ബദാം സോപ്പ് നിർമ്മാണം എന്നുള്ള യൂട്യൂബിൽ വീഡിയോ എടുക്കണം. അത് അടിച്ചാൽ ആ വോയിസ് എണ്ണത്തിൽ കേൾക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.